വിനീതമായ കുപ്പുകൈ. സഹജീവി സ്നേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സഹജീവി എന്നാൽ നമ്മോടൊപ്പം ഈ ഭൂമിക്ക് അവകാശമുള്ളവർ. അവർ ആരെല്ലാമാണെന്നോ? വിവിധ തരം മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, ഷഡ്പദങ്ങൾ, ചെറുപ്രാണികൾ, സസ്യജാലങ്ങൾ, ഇവയെല്ലാം നമ്മൾ മനുഷ്യരുടെ സഹജീവികളാണ്. നിറഞ്ഞ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ അവയോട് പെരുമാറാൻ നാം കുട്ടിക്കാലം മുതൽക്കേ ശീലിക്കണം. ശിബി മഹാരാജാവിന്റെ കഥ കേട്ടിട്ടില്ലേ? തന്നെ അഭയം പ്രാപിച്ച മാടപ്രാവിനെ രക്ഷിക്കാനായി തന്നെ പരന്നിന് ഭക്ഷണമായി നൽകിയ മഹാത്മാവാണ് അദ്ദേഹം. കുട്ടികളുടെ സ്വന്തം ചാച്ചാജി ജയിലിൽ വെച്ച് തന്നെ സ്ഥിരം സന്ദർശിക്കാറുള്ള അണ്ണാറക്കണ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ചെറു ജീവിക്ക് അദ്ദേഹം നൽകിയ സ്നേഹമാണ് തിരികെ നൽകിയത്. നാം ഒരു ജീവിയെയും ഉപദ്രവിച്ച് സന്തോഷിക്കരുത്. ഈശ്വരന്റെ സൃഷ്ടിയായ നാം എല്ലാം ഭൂമിയുടെ അവകാശികളാണെന്ന തത്വം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകാരൻ നമ്മെ പഠിപ്പിക്കുന്നു. സഹജീവി സ്നേഹത്തിന് ഉത്തമോദാഹരണമായ ഒരു കഥയുണ്ട്. പിൽക്കാലത്ത് ശ്രീപുത്രൻ എന്ന പേരിൽ പ്രസിദ്ധി നേടിയ സിദ്ധാർത്ഥ രാജകുമാരന്റെ കഥ. ഒരിക്കൽ ബാലനായ സിദ്ധാർത്ഥൻ തന്റെ സഹോദര തുല്യനായ ദേവദത്തനുമായി ഉദ്യാനത്തിൽ നിൽക്കുമ്പോൾ ഭംഗിയുള്ള ചിറകുകൾ വിടർത്തി അരയിനങ്ങൾ പറന്നു പോകുന്നത് കണ്ടു. സിദ്ധാർത്ഥൻ സ്നേഹപൂർവ്വം അവയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ചപ്പോൾ ദേവദത്തൻ അവയിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തി. മാറത്ത് അമ്പേറ്റപ്പെടുന്ന അരയിനത്തെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷ ചെയ്ത് തലോടി ആശ്വാസിപ്പിക്കുന്ന സിദ്ധാർത്ഥനോട് തന്റെ ഇരയെ വിട്ടുതരാൻ ദേവദത്തൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ആ ക്രൂരതയെ സിദ്ധാർത്ഥൻ ചോദ്യം ചെയ്തു. പ്രാണൻ എടുക്കുന്നവനല്ല, പ്രാണൻ കൊടുക്കുന്നവനാണ് യഥാർത്ഥ അവകാശി എന്ന ബാലൻ ബോധ്യപ്പെടുത്തി. പിൽക്കാലത്ത് അഹിംസ എന്ന പരമമായ ധർമ്മത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ശ്രീബുദ്ധന് കഴിഞ്ഞു. വേനൽക്കാലത്ത് അല്പം കുടിവെള്ളം പകർന്നും നമ്മുടെ ആഹാരത്തിൽ നിന്ന് പങ്കു നൽകിയും നമുക്ക് സഹജീവികൾക്ക് ആശ്വാസമേകാം. ചുരുങ്ങിയ പക്ഷം അവയെ ഉപദ്രവിക്കാതെയും ഇരിക്കാം. സർവ്വവ്യാപിയായ ഈശ്വരൻ നമ്മിൽ എന്നതുപോലെ മറ്റു ജീവികളിലും കുടികൊള്ളുന്നു എന്നും മറക്കാതിരിക്കാം. മനുഷ്യർ ആഹാരത്തിനായും മരുന്നിനായും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയും കൗതുകത്തിനും എത്രയെത്ര ജീവികളെയാണ് കൊന്നെടുക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരാൻ നാം പുതുതലമുറയെ സഹജീവി സ്നേഹം പഠിപ്പിക്കേണ്ടതുണ്ട്. ലോകമേ തറവാട് എന്ന ആശയം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശപ്പെടുത്തട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.